പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2020 നവംബർ മാസം 18-ാം തീയതി ബുധനാഴ്ച. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഒരു പുതിയ ദിനം നമുക്ക് ദാനമായി ലഭിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ദിനം നാം സന്തോഷത്തോടും സൗഖ്യത്തോടും ദൈവ കൃപയോടും ആയിരിക്കേണ്ടതിന് തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഈ ദിനം ഏവർക്കും അനുഗ്രഹപ്രദമായിരിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് ജീവജലത്തിൽ കൂടെ നമുക്ക് പ്രോമിസ് വേഴ്സായി ലഭിക്കപ്പെട്ടിരിക്കുന്നത് ആവർത്തന പുസ്തകം 9-ാം അധ്യായം 29-ാം വാക്യം. ഡ്യൂട്ടറോണമി ചാപ്റ്റർ 9 verse 29 നാം ഇപ്രകാരം വായിക്കുന്നു: അവർ നിന്റെ മഹാബലം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവും ആകുന്നുവല്ലോ. ഈ വചനം ഇസ്രായേലിന്റെ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ ദൈവത്തോട് അഭയാചന കഴിച്ച് ഇസ്രായേൽ ജനത്തിനു വേണ്ടി മധ്യസ്ഥത അണച്ച് പറയുന്ന വാക്കുകളാണ്. ഇസ്രായേൽ ജനം സ്വർഗത്തിലെ ദൈവത്തിന്റെ വഴികളിൽ കൂടെ നടന്നില്ല എന്ന് മാത്രമല്ല, അനുസരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ അന്യ ദൈവങ്ങളെ ആരാധിക്കുകയും പരസംഗത്തിൽ ഏർപ്പെടുകയും ദൈവഹിതമല്ലാത്തത് എല്ലാം ചെയ്യുകയും ദൈവത്തോട് മത്സരിക്കുകയും ചെയ്ത ഒരു ജനമായിരുന്നു. ഈ നിലയിൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ദൈവത്തിന് സങ്കടവും വിഷമവും അതിലേറെ കോപവും ഉണ്ടായി. ഈ ജനത്തെ ദണ്ഡിപ്പിക്കുന്നതിനായി തീരുമാനിക്കുന്നു. ഇത് മനസ്സിലാക്കിയ മോശ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്. അവരുടെ നിസ്സഹായ അവസ്ഥ, അവർ ആരാണ്, അവർ ആരായിരിക്കുന്നു, അവരുടെ അവസ്ഥ എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ ദൈവത്തോട് ആവലാതി പോലെ ബോധിപ്പിച്ച് ഈ ജനത്തെ ദൈവ കോപത്തിൽ നിന്നും വിടുവിക്കുക, അവരെ ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ നിന്നും മോചിതരാക്കുക. ഈ ഉദ്ദേശ ലക്ഷ്യത്തോടെ ദൈവത്തോട് അഭയാചന കഴിക്കുന്ന വാക്യമത്രേ ഇന്ന് നമുക്ക് വാഗ്ദത്ത വചനമായി ലഭിക്കപ്പെട്ടത്. അവിടെ പറയുകയാണ്, നീ നിന്റെ വീര്യ ബലം കൊണ്ട് മഹാഭുജം കൊണ്ട് നീ പുറപ്പെടുവിച്ച, നീ വിടുവിച്ച നിന്റെ ജനമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മിസ്രൈമ്യ അടിമത്തം അഥവാ അന്ധകാര കുഴിയിൽ കിടന്നവരായിരുന്നു. അവിടെ നിന്ന് സ്വർഗത്തിലെ ദൈവം തന്റെ നീട്ടിയ ഭുജം കൊണ്ടും തന്റെ ബലമുള്ള കരം കൊണ്ടും എന്നെ നിങ്ങളെയും വിടുവിച്ച് ഇന്ന് നാം ആയിരിക്കുന്ന നിലയിൽ എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൽ നിന്നും ഒരു കാരണവശാലും അന്യപ്പെട്ടു പോകുവാൻ പാടില്ല. ദൈവകൃപയിൽ നിന്നും വിട്ടുനിൽക്കുവാൻ പാടില്ല. ദൈവത്തോട് മത്സരിക്കുവാൻ പാടില്ല. അന്യ ദൈവങ്ങളെ ആരാധിക്കുവാൻ പാടില്ല. ഞാൻ നിങ്ങളും വന്ന വഴി ഒരു കാരണവശാലും മറക്കരുത്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അന്ത്യം വരെയും നടത്തുവാൻ പുലർത്തുവാൻ മതിയായവനാണ്. ആകയാൽ ഞാൻ നിങ്ങളും ദൈവ വഴി വിട്ട് പോകരുത് എന്നുള്ള ഒരു വലിയ സന്ദേശം ഈ വാക്യത്തിൽ കൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിന്റെ പരിപരുത്ത അനുഭവങ്ങളും വേദന നിറഞ്ഞ ദൈനംദിന യാഥാർത്ഥ്യങ്ങളും വരുമ്പോൾ ദൈവത്തോട് മറുചോദ്യം ചോദിക്കുന്നവരായി തീരാതെ, ദൈവത്തെ വേദനിപ്പിക്കുന്നവരായി തീരാതെ, ദൈവത്തിൽ നിന്നും അകന്നു പോകാതെ, താൽക്കാലിക കാര്യ സാധ്യത്തിന് വേണ്ടി എവിടെയും പോയി മുട്ടുമടങ്ങാതെ, എവിടെയും പോയി ആരാധിക്കാതെ, എന്നെ വിളിച്ച ദൈവം മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്നും അന്ധകാര കയ്യിൽ നിന്നും
എന്നെ വിടുവിച്ച് വിളിച്ച് പുറത്ത് ഇറക്കിയെങ്കിൽ കനാൻ നാട്ടിൽ എന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ എന്റെ ദൈവം മതിയായവനാണ്, വിശ്വസ്തനാണ്. അതുകൊണ്ട് ഞാൻ ഉറച്ച് ഈ ദൈവത്തിൽ ശരണപ്പെട്ട് നിൽക്കും എന്നുള്ള ഉറപ്പോടെ ഈ പകൽ നമുക്ക് ഇറങ്ങിത്തിരിക്കാം. ജീവിതത്തിലും അറിഞ്ഞും അറിയാതെയും ദൈവത്തോട് മത്സരിക്കത്തക്ക വിധത്തിലുള്ള ഏതെങ്കിലും സ്വഭാവങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ പകൽ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. മാപ്പോടെ ക്ഷമാപണത്തോടെ ദൈവസന്നിധിയിൽ മടങ്ങി വന്നിട്ട്, അപ്പാ, അവിടുത്തെ ബലമുള്ള ഭുജമാണ് ഇന്ന് ഞാൻ ആയിരിക്കുന്ന നിലയിൽ ആകുവാൻ കാരണം. അവിടുത്തെ കരമാണ് മുങ്ങിപ്പോകുന്ന അനേക ജീവിത പ്രതിസന്ധിയിൽ താളടിയാകാതെ തകർന്നു പോകാതെ എന്നെ പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്റെ വായിൽ പുതിയ സ്തോത്രത്തിന്റെ സ്തുതിയുടെ നന്മയുടെ ഗാനം നൽകി. ഈ 18-ാം തീയതി ബുധനാഴ്ചയും അങ്ങയെ സ്തുതിപ്പാൻ, ഈ ജീവജല സന്ദേശം കേൾക്കുവാൻ ആയുസ്സും ആരോഗ്യം തന്നത്. അതുകൊണ്ട് എനിക്ക് ആയുസ്സുള്ള കാലം മുഴുവനും എന്റെ ജീവശ്വാസത്തിന്റെ അവസാന നിമിഷം വരെയും അങ്ങയെ വിട്ടുപിരിയാതെ അങ്ങയോട് ചേർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഇതാ ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഒരു പുതിയ സമർപ്പണത്തോടും തീരുമാനത്തോടും ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. അങ്ങനെ ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവ കൃപയുടെയും ദിനമായി സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിപ്പാൻ ദൈവം നമ്മൾ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അങ്ങയെ വിട്ടുപോകുന്നവരും ചോദ്യം ചെയ്യുന്നവരും അങ്ങ് നടത്തിയ വഴികളെ മറന്നു പോകുന്നവരുമാണെന്ന് ഇന്നത്തെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ. എന്തെല്ലാം ജീവിത സാഹചര്യങ്ങൾ ഏറുവന്നാലും അങ്ങയെ വിട്ടുപോകാതെ, അങ്ങയോട് മത്സരിക്കാതെ, അങ്ങയെ ചോദ്യം ചെയ്യാതെ വിശ്വസ്ത സാക്ഷികളായി അന്ത്യം വരെ നിന്നുകൊണ്ട് നിത്യത തുറമുഖത്തെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആകയാൽ അങ്ങയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്ന വലങ്കയാണെന്നും അങ്ങയുടെ ഭുജം ബലമുള്ളതാണെന്നും ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആയതിനാൽ ആ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നുകൊണ്ട് വരും കാലങ്ങളിൽ അങ്ങേക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുമശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ തിരുവചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ഇന്നത്തെ ദിനം ഏറ്റവും നന്മയുള്ള ദിനമാക്കി തീർക്കുമാറാകട്ടെ. God bless us all.